ഇന്നത്തെ തിരുവരങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 40-41 അധ്യായങ്ങളായിട്ട് ജോസഫ് കാരാഗ്രഹത്തിൽ കിടക്കുന്നതും അവിടെ ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്നതും ചില സ്വപ്നങ്ങൾ അതിൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ ജോസഫിന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നതും അങ്ങനെ ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതി കാരാഗ്രഹത്തിൽ പോലും ലഭിക്കുന്നത് നമുക്ക് ഇന്ന് പഠിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണോ പഠിക്കാൻ? നമുക്കതെന്ന് എന്താണെന്ന് അറിയണ്ടേ? നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഇന്ന് തുടങ്ങാം. എല്ലാവരും കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുക. നല്ല ദൈവമേ, കാരാഗ്രഹത്തിൽ പോലും അങ്ങയുടെ പരിപാലനയും അങ്ങയുടെ സ്നേഹവും വെളിപ്പെടുത്തുന്ന അനുഭവങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ അങ്ങ് എഴുതി വച്ചിരിക്കുന്നത് മനസ്സിലാക്കുവാനും വായിക്കുവാനും അതിലൂടെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകുന്ന സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങ് കാണിച്ചു തരുന്ന വഴികളിലൂടെ മാത്രം സഞ്ചരിച്ച് അങ്ങയുടെ കൃപയിലും അനുഗ്രഹത്തിലും ജീവിക്കുവാൻ വേണ്ട വലിയ കൃപ അങ്ങ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഈ ബൈബിൾ ക്ലാസ് പഠിക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഞങ്ങൾ ആരായി തീരണം, അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള ശുശ്രൂഷകൾ ചെയ്യണം, ഞങ്ങളുടെ അയൽവാസികളോടും കൂട്ടുകാരോടും ഞങ്ങൾ എങ്ങനെയൊക്കെ പെരുമാറണം എന്നൊക്കെ ഈ തിരുവചനത്തിലൂടെ അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുന്നത് ഗ്രഹിക്കുവാനും അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ദൈവമേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, തിരുവചനം അമ്മ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. ഈശോയെ കയ്യിലെടുത്ത വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വചനം കയ്യിലെടുത്ത് വായിച്ച് അത് ഗ്രഹിക്കുവാൻ വേണ്ട കൃപ അങ്ങയുടെ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വാങ്ങിച്ചു തരണമേ. സ്വർഗത്തിലെ എല്ലാ വിശുദ്ധരെ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. ഇന്ന് നാം ഉൽപ്പത്തി പുസ്തകം 40-41 അധ്യായത്തിലായിട്ട് ഇന്ന് നിങ്ങൾ 2 അധ്യായം വീട്ടിൽ പോയപ്പോൾ വായിക്കേണ്ടത്. ഏത് പുസ്തകമാണ്? അധ്യായങ്ങൾ ഏതൊക്കെയാണ്? ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. ബൈബിളിലെ ആദ്യത്തെ പുസ്തകം ഏതാ? അതിന് മറക്കുകയല്ലോ. അപ്പം ആദ്യത്തെ പുസ്തകം അതിലെ 40-41 അധ്യായത്തിൽ ജോസഫ് കാരാഗ്രഹത്തിൽ എന്ന് പറയുന്ന ഭാഗമാണ് ആദ്യം നിങ്ങൾ വായിക്കേണ്ടത്. ജോസഫിനെ ഫറവോ രാജാവ് കാരാഗ്രഹത്തിലിട്ടു. അങ്ങനെ ജോസഫിൻ്റെ കൂട്ടത്തിൽ ധാരാളം ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഇരുന്നപ്പം രാജാവിൻ്റെ തന്നെ കൊട്ടാരത്തിലെ 2 സേവകരെ കൂടെ ഈ കാരാഗ്രഹത്തിലേക്ക് കൊണ്ടുവന്നു. അതിലൊന്ന് രാജാവിൻ്റെ പാചക പ്രമാണി, പാചകം ചെയ്യുന്ന കൊട്ടാരത്തിലെ പാചകം ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുക എന്നൊക്കെ പറയുന്നത് അത് വലിയ കാര്യമാണ്. അതിൽ ആ പാചക പ്രമാണിയാകുക എന്ന് പറയുന്നത് അതിലും വലിയ കാര്യമാണ്. മറ്റൊരാൾ രാജാവിൻ്റെ പാനപാത്രവാഹകന്, രാജാവിന് വെള്ളം കുടിക്കുവാനോ ചൂടുവെള്ളമോ തണുത്ത വെള്ളമോ എന്തായിക്കോട്ടെ എന്ത് കുടിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അതൊക്കെ നോക്കിയും കണ്ടുമൊക്കെ കൊടുക്കുന്ന ആളാണ് പാനപാത്രവാഹകന്. അങ്ങനെ ഈ പാചക പ്രമാണിയും പാനപാത്രവാഹകനും രാജാവിനെതിരെ തെറ്റ് ചെയ്തതുകൊണ്ട് അവരെയും കാരാഗ്രഹത്തിലിട്ടു. അവർ ഈ കാരാഗ്രഹത്തിൽ അവർക്ക് ചിരിക്കാനോ സന്തോഷിക്കാനോ ഒന്നും കഴിയുന്നില്ല. കാരണം അവർ രാജകൊട്ടാരത്തിൽ ഏറ്റവും വലിയ ആൾക്കാരായിരുന്നു. ഇവിടെ ഇതാ ഈ കാരാഗ്രഹത്തിൽ. എന്നിപ്പോൾ ഒരു ദിവസം ജോസഫ് ചോദിച്ചു, അല്ലയോ എന്താ ഈ രാജാവിൻ്റെ പാനപാത്രവാഹകനും രാജാവിൻ്റെ പാചക പ്രമാണി ഇങ്ങനെ ദുഃഖിച്ചിരിക്കണേന്ന്. അവർക്ക് പരസ്പരം ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, നീ പറയാന്ന് പറഞ്ഞു. അപ്പോൾ ജോസഫിന് മനസ്സിലായി ഇവരൊക്കെ എന്തോ പറയാനുണ്ടല്ലോ എന്ന്. ഇവർ ആ രാത്രിയിലൊരു സ്വപ്നം കണ്ടു. ഈ സ്വപ്നത്തെക്കുറിച്ച് ഇവർ പങ്കുവെച്ച് പറഞ്ഞ് അവർ അതേക്കുറിച്ച് വേദനിച്ച് ദുഃഖിച്ചിരിക്കുക. ഇത് എന്താ ഈ സ്വപ്നം എന്നൊന്നും അവർക്ക് മനസ്സിലാകുന്നില്ല. വീണ്ടും ജോസഫ് ചോദിച്ചു, നിങ്ങൾക്ക് എന്തോ പറയാനുണ്ടല്ലോ എന്ന്. അപ്പോൾ ഇവർ പറയാൻ കണ്ണു കാണിച്ചു. ആദ്യം പാനപാത്രവാഹകൻ തൻ്റെ സ്വപ്നം പറഞ്ഞു. പാനപാത്രവാഹകൻ പറഞ്ഞു, ഞാൻ 3 മുന്തിരിവള്ളി അതിൽ നല്ലപോലെ മുന്തിരിക്കൊലകൾ കായ്ച്ചു കിടക്കുന്നു. അത് കണ്ട കാരണം ഞാൻ അത് ഇടിച്ച് പിഴിഞ്ഞ് രാജാവിൻ്റെ പാനപാത്രത്തിലാക്കി രാജാവിന് കുടിക്കാൻ കൊണ്ട് കൊടുത്തു. രാജാവ് അത് സന്തോഷത്തോടു കൂടി വാങ്ങി കുടിച്ചു. ഇതാണ് എൻ്റെ സ്വപ്നം. അപ്പോൾ ജോസഫ് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഓ ഈ സ്വപ്നം നല്ലതാണല്ലോ. നിനക്ക് 3 ദിവസം കഴിയുമ്പോൾ നിന്നെ രാജാവ് തിരിച്ച് ഉദ്യോഗത്തിൽ കയറ്റും. അങ്ങനെ രാജാവ് 3 ദിവസം കഴിയുമ്പോൾ ഈ 3 മുന്തിരിവള്ളി എന്ന് പറഞ്ഞാൽ 3 ദിവസത്തിൻ്റെ അടയാളമാണ്.
നിന്നെ രാജാവ് തിരിച്ച് ഉദ്യോഗത്തിൽ കയറ്റുകയും നീ വീണ്ടും രാജാവിൻ്റെ പാനപാത്രവാഹകനായി ജോലി ചെയ്യുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഓ, സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം നല്ലതാണ്, ശുഭസൂചകമാണെന്ന് കേട്ടപ്പോൾ ഇവൻ മറ്റവനെ കാണിച്ചു, നിന്റെ സ്വപ്നം കൂടെ പറയാൻ പറഞ്ഞു. അപ്പോൾ പാചക പ്രമാണി പറഞ്ഞു, അല്ലേ ജോസഫേ, എനിക്കും ഒരു സ്വപ്നം ഉണ്ടായി. എന്താ നിന്റെ സ്വപ്നം? എൻ്റെ തലയിൽ 3 കൊട്ടകൾ, ആ 3 കൊട്ടയിലെ മുകളിലത്തെ കൊട്ടയ്ക്കകത്ത് രാജാവിന് വേണ്ട അപ്പങ്ങളാണ്. ഈ അപ്പവുമായിട്ട് ഞാൻ പോയി കഴിഞ്ഞപ്പോൾ കുറേ പക്ഷികൾ വന്ന് ഈ അപ്പം എല്ലാം കൊത്തി തിന്നുകൊണ്ട് പോയി. ഇതാ ഞാൻ കണ്ട സ്വപ്നം. അപ്പം ജോസഫ് പറഞ്ഞു, നീ ഈ 3 കൊട്ടകൾ 3 ദിവസമാണ്. 3 ദിവസം കഴിയുമ്പോൾ രാജകൊട്ടാരത്തിൽ നിന്ന് ആളുകൾ വരികയും നിന്നെ തൂക്കിലിടുകയും ചെയ്യും. അതാണ് സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം. 3 ദിവസം കഴിയുമ്പോൾ രാജാവ് നിന്നെ ശിക്ഷിക്കും, നിന്നെ തൂക്കിലിടും, അങ്ങനെ നിന്നെ വധിക്കും. അതാണ് കാര്യം എന്ന് പറഞ്ഞു. അങ്ങനെ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇതാ രാജകൊട്ടാരത്തിൽ നിന്ന് രാജാവിൻ്റെ പിറന്നാൾ പ്രമാണിച്ച് ഒരു വിധിയുമായിട്ട് രാജസേവകന്മാർ വന്നു. ജോസഫ് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. രാജകൊട്ടാരത്തിൽ നിന്ന് വന്ന രാജസേവകന്മാർ പറയുക, ഇതാ നിങ്ങൾക്കൊരു ശുഭവാർത്തയുമുണ്ട്, ഒരു സങ്കടകരമായ വാർത്തയുമുണ്ട്. പാനപാത്രവാഹകനെ തിരിച്ച് ഉദ്യോഗത്തിൽ കയറ്റാൻ വിധിയായിരിക്കുന്നു. പാചക പ്രമാണിയെ തൂക്കിലിട്ട് കൊല്ലുവാനും വിധിയായിരിക്കുന്നു. അപ്പോൾ ആളുകൾക്കെല്ലാം മനസ്സിലായി, ഇതാ ജോസഫിന് വ്യാഖ്യാനപരമുണ്ട്, സ്വപ്നം വ്യാഖ്യാനിക്കാനുള്ള വരം ഉണ്ട്. അങ്ങനെ ഈ പാനപാത്രവാഹകൻ കൊട്ടാരത്തിലേക്ക് പോയപ്പോൾ ജോസഫ് പറഞ്ഞു, എടാ നിനക്ക് നല്ല കാലം വന്നു, നീ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെല്ലുമ്പോൾ നല്ല കാലം വരുമ്പോൾ നീ എന്നെയും കൂടി ഓർക്കണം. അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഒരു തെറ്റും ചെയ്യാതെ ഈ കാരാഗ്രഹത്തിൽ കിടക്കണേ. എൻ്റെ സഹോദരന്മാർ എന്നെ ഈജിപ്തിൽ വിറ്റു, അങ്ങനെ ഞാൻ ഈജിപ്തിൽ വന്നു, എന്നിട്ടും ഞാൻ ഒരു തെറ്റും ചെയ്യാതെ എൻ്റെ മേൽ ചില തെറ്റിദ്ധാരണകൾ വന്നാണ് ഞാൻ ഇവിടെ വന്ന് കിടക്കുന്നത്. സത്യത്തിൽ ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നീ കൊട്ടാരത്തിൽ ചെല്ലുമ്പോൾ നിനക്ക് രാജാവിനെ കണ്ട് പറയാനൊക്കെ അവസരം കിട്ടുമ്പോൾ എൻ്റെ കാര്യവും കൂടി ഒന്ന് പറയണം, അങ്ങനെ ഇവിടുന്ന് എന്നെയും കൂടി ഒന്ന് രക്ഷിക്കണം. ആയിക്കോട്ടെ 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 എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ നേരെ ഉദ്യോഗത്തിൽ കിടന്ന് അവൻ സന്തോഷമായി. അവനിങ്ങനെ വന്നു. അവൻ അവിടെ ചെന്നിട്ട് ജോസഫിൻ്റെ കാര്യമൊന്നും ഓർത്തില്ല, അങ്ങോട്ട് പറയാനും പോയില്ല. അങ്ങനെ 2 വർഷം കഴിഞ്ഞപ്പം രാജാവിനൊരു സ്വപ്നം കണ്ടോ. ദൈവത്തിൻ്റെ പദ്ധതി നോക്കിയേ. ഇവൻ ജോസഫിനെ മറന്നു, പക്ഷെ ദൈവം മറന്നോ? ദൈവം മറന്നില്ല. ദൈവം രാജാവിനൊരു സ്വപ്നം കൊടുത്തു. രാജാവ് ഇങ്ങനെ നൈൽ നദിയുടെ തീരത്ത് നിൽക്കുക. ഈ നൈൽ നദിയിൽ നിന്ന് 7 പുഷ്ടിയുള്ള ആരോഗ്യമുള്ള 7 പശുക്കൾ കയറി വന്നു. അവർ കയറി വന്നിട്ട് നേരെ പുൽമേട്ടിൽ പോയി പുല്ല് തിന്നുകൊണ്ടിരിക്കുക. രാജാവ് വീണ്ടും നൈൽ നദിയിലേക്ക് നോക്കിയപ്പം 7 ശുഷ്കിച്ച് കണ്ട വിരൂപമായ 7 പശുക്കളും കൂടെ കയറി വന്നു. രാജാവ് വീണ്ടും നോക്കുക, സ്വപ്നത്തിലാണ്. നോക്കിയപ്പോൾ അവർ കയറി വന്നിട്ട് ഈ പുല്ല് മേഞ്ഞുകൊണ്ടിരുന്ന കൊഴുത്ത് നല്ല മിടുക്കരായ പശുക്കളെ അങ്ങോട്ട് വിഴുങ്ങി. ഈ പശുക്കളെ വിഴുങ്ങി കഴിഞ്ഞിട്ടും ഇതുങ്ങളെ കണ്ടാൽ വിരൂപമായിട്ടിരിക്കുന്നു, ഒന്നും കഴിക്കാത്ത പോലെ ഇരിക്കുന്നു. രാജാവ് വേഗം സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു. എന്താ സാധനം ഒരു സ്വപ്നം കണ്ട് എങ്ങനെയൊക്കെ വളർത്തണമെന്ന് പിന്നെ ഉറങ്ങിപ്പോയി. ആ ഉറക്കത്തിൽ ഒരു സ്വപ്നം അവിടെ കണ്ടു. ഒരു 7 കതിരുകൾ, നല്ല നിറച്ച് ധാന്യക്കതിരുകൾ 7 എണ്ണം. അതിൻ്റെ തൊട്ട് പുറകെ മറ്റ് 7 കതിരുകൾ, ഒന്നിനും കൊള്ളില്ലാത്ത പതിര് മാത്രമായിട്ട് ഉണങ്ങി കരിഞ്ഞിരിക്കുന്ന വേറെ 7 കതിരുകൾ. ഈ 7 കതിരുകൾ വന്ന് നല്ല നിറഞ്ഞ് പുഷ്ടിമയുള്ള 7 കതിരുകളെ അങ്ങ് വിഴുങ്ങി. ഈ സ്വപ്നോടെ കണ്ടപ്പോൾ രാജാവ് ഉണർന്നു. ഇതെന്താ ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം എന്നൊന്നും അറിയില്ല. രാജാവ് ആ രാജ്യത്തെ ജ്ഞാനികളെയും മന്ത്രവാദികളെയും സേവകരെയും എല്ലാം വിളിച്ചു വരുത്തി, എൻ്റെ ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം ഒന്ന് പറയുക. എല്ലാവരും വന്നിട്ട് പറഞ്ഞു, ആർക്കും മനസ്സിലാകുന്നില്ല. ദൈവം ആർക്കും ആ സ്വപ്നത്തിൻ്റെ അർത്ഥം വെളിപ്പെടുത്തി കൊടുത്തില്ല. അപ്പോൾ രാജാവ് ദുഃഖിച്ചു, എല്ലാവരെയും വധിച്ചു കളയാൻ പറഞ്ഞു. അപ്പോൾ ഇതെന്താ ഇത്ര വലിയ വിഷമം, സങ്കടം അങ്ങനെയൊക്കെ ഓർത്തുകൊണ്ടിരുന്നപ്പോൾ ഈ പാനപാത്രവാഹകൻ പെട്ടെന്ന് ഓർത്തു. 2 വർഷമായി അവൻ ഓർക്കാത്ത ഒരാളുണ്ടായിരുന്നു. ആരാ? ജോസഫ്. ഈ പാനപാത്രവാഹകൻ ഈ കൃത്യസമയത്ത് ആരെക്കുറിച്ച് ഓർത്തു? ജോസഫിനെ ഓർത്തു. എടാ, എൻ്റെ സ്വപ്നം വ്യാഖ്യാനിച്ചാണ് അവനാ 2 വർഷം കഴിഞ്ഞെന്ന് ഓർക്കണം. രാജാവിൻ്റെ തിരുമുമ്പിൽ വന്ന് പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, എനിക്കൊരു കാര്യം ഉണർത്തിക്കാനുണ്ട്. ഞാനിങ്ങനെ അങ്ങ് എന്നെ ശിക്ഷിച്ച് അവിടെ കിടന്ന് ഞാൻ 2ാമത് വന്നത് എങ്ങനെയാണെന്നറിയാവോ? ഈ കഥകളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. രാജാവ് ഉടനെ കൽപ്പന ഇട്ടു,
കാരാഗ്രഹത്തിൽ കിടക്കുന്ന ജോസഫിനെ ഉടനെ ഇവിടെ കൊണ്ടുവരിക. ജോസഫ് വന്നപ്പോഴത്തേനും ഇവർ നോക്കുമ്പം പ്രാകൃതമാണ്, ഷേവ് ചെയ്തിട്ടില്ല, മുടി വെട്ടിയിട്ടില്ല, നല്ല വസ്ത്രമില്ല. ഇങ്ങനെ രാജകൊട്ടാരത്തിൽ കൊണ്ടാവോ? ഉടനെ ഇതാ മന്ത്രിമാരും രാജകൊട്ടാരം ആൾക്കാരെല്ലാം ഓടി വന്നിരിക്കുന്നു ജോസഫിനെ എഴുന്നള്ളിക്കാൻ. വേഗം ഷേവ് ചെയ്തു, മുടി വെട്ടി, നല്ല വസ്ത്രങ്ങളിട്ടു, കുളിപ്പിച്ചു, അടിപൊളി, എല്ലാം നല്ല രസം. വേഗം ജോസഫിനെ രാജകൊട്ടാരത്തിൽ കൊണ്ടുവന്നു. രാജകൊട്ടാരത്തിൽ കൊണ്ടുവന്ന് രാജാവ് പറഞ്ഞു, നിനക്ക് സ്വപ്നം വ്യാഖ്യാനിക്കാൻ അറിയാവോ? അങ്ങനെ സ്വപ്നം പറ. ഇത് പറഞ്ഞു, സ്വപ്നം പറഞ്ഞു. ജോസഫ് രാജാവിനോട് പറയുക, അല്ലയോ മഹാരാജാവേ, വരുന്ന ഈ 7 വർഷം നമ്മുടെ ഈ ദേശത്ത് നല്ല സമൃദ്ധമായ ധാന്യങ്ങളും വിളകളും എല്ലാം ഉണ്ടാവും. അതാണ് 7 നല്ല പശുക്കളുടെ ആ സൂചന. 7 പശുക്കൾ 7 വർഷങ്ങളാണ്. കൊഴുത്തു മെഴിഞ്ഞിരിക്കുന്ന ധാരാളം ധാന്യങ്ങളുണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ തൊട്ട് പിന്നാലെ 7 വർഷം ഉണ്ടാവും. അന്നേരം ഒന്നും ഉണ്ടാകത്തില്ല നാട്ടിൽ. വലിയ ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ വരാൻ പോകുന്നു. ഒന്നും ഉണ്ടാകുകയില്ല. ഒരു കൃഷി ചെയ്താൽ ഒന്നും ഭരിക്കുകയില്ല. അപ്പോൾ എന്തു ചെയ്യണം? ഈ 7 വർഷം, ആദ്യത്തെ 7 വർഷം ഉണ്ടാകുന്നത് നമ്മൾ സൂക്ഷിച്ചു വെക്കണം. അങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ട് എന്തു ചെയ്യണം? ഇല്ലാതിരിക്കുന്ന ആ 7 വർഷത്തേക്ക് നമ്മുടെ പ്രജകളാരും മരിച്ചു പോകാതെ പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടി അന്നേരം സൂക്ഷിച്ച് വെച്ചിട്ട് അത് പിന്നീട് ഉപയോഗിക്കണം. അപ്പോൾ ചേച്ചി രണ്ടാമത് കണ്ട സ്വപ്നം ഇത് തന്നെ. ആ 7 കതിരുകൾ 7 വർഷം, നല്ല ഫലസമൃദ്ധമായ 7 വർഷം. വീണ്ടും 7 ശുഷ്കിച്ച കതിരുകൾ, ഒന്നും ഉണ്ടാകുകയില്ലാത്ത ദാരിദ്ര്യം നിറഞ്ഞ 7 വർഷം. അപ്പോൾ രാജാവിന് സന്തോഷമായി. ഇത് ദൈവം വെളിപ്പെടുത്തി കൊടുത്താൽ. രാജാവ് പറഞ്ഞു, ജോസഫാണ് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാനുള്ളത്. അതുകൊണ്ട് ജോസഫിനെ തന്നെ ഈ 7 വർഷം വേണ്ട ധാന്യങ്ങളൊക്കെ നമ്മുടെ അറപ്പുരകളിൽ ശേഖരിച്ച് വെക്കാൻ ചാർജ് ജോസഫിന് തന്നെ കൊടുക്കാം. അവനെ അങ്ങനെ ഈജിപ്തിൻ്റെ അധിപനാക്കി. രാജാവ് മുദ്രമോതിരം ഊരി അവൻ്റെ കൈ കൊടുത്തു. രാജാവ് മുദ്രമോതിരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ രാജാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, അതായത് രാജകൽപ്പന പുറപ്പെടുവിക്കുവാനുള്ള അധികാരം കൊടുക്കുക. ഈ മുദ്രമോതിരം വെച്ച് ഒരു കൽപ്പന ജോസഫ് എഴുതിയാൽ മതി. ജോസഫിന് പൂർണ്ണ സ്വാതന്ത്ര്യം രാജാവ് കൊടുത്തു. മുദ്രമോതിരം ഊരിയിട്ടു. എന്നിട്ട് ഇവനെ രാജാവ് കഴിഞ്ഞാൽ എഴുന്നള്ളിക്കുന്ന വലിയ രഥത്തിൽ കയറ്റിയിരുത്തി. എന്നിട്ട് ഈജിപ്ത് നാട് മുഴുവനും ചുറ്റി സഞ്ചരിച്ച് കൊണ്ടുവരിക. ഇവനാണ് ഇനി മുതൽ ഈജിപ്തിൻ്റെ അധിപൻ. കൊട്ടാരത്തിലെ സിംഹാസനത്തിൽ മാത്രമേ ഞാനിരിക്കുന്നുള്ളൂ. ബാക്കിയുള്ള മുഴുവൻ കാര്യങ്ങളും ജോസഫിനെ ഫലമേൽപ്പിച്ചിരിക്കുക. അങ്ങനെ ജോസഫിനെ രഥത്തിൽ കയറ്റി ഈജിപ്തിലൂടെ എല്ലാം കൊണ്ടുവന്നപ്പം എല്ലാ പ്രജകളും താണ് വീണ് സാഷ്ടാംഗം വീണ് ജോസഫിനെ ആരാധിച്ച് ബഹുമാനിച്ചു. അങ്ങനെ മുഴുവൻ കാര്യങ്ങളും രാജാവ് ജോസഫിനെ ഏൽപ്പിക്കുന്ന കാര്യമാണ് നമുക്ക് ഈ 40-41 അധ്യായത്തിൽ ഇരിക്കാൻ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായോ? കാരാഗ്രഹത്തിൽ പോലും കണ്ടോ, ജോസഫിനെ എല്ലാവരും കൂട്ടുകാരും മറന്നു. പക്ഷെ ആരും മറന്നില്ല? അപ്പം നമ്മൾ ചിലപ്പോൾ വിചാരിക്കും, എനിക്ക് ആരും ഇല്ലല്ലോ എന്നൊക്കെ. അങ്ങനെ വിചാരിച്ചാൽ നമ്മൾ പേടിക്കണോ? വേണ്ട. ഈ കഥ നിങ്ങൾക്കൊരു സ്കിറ്റായിട്ട് കളിക്കാവോ? ജോസഫ് കാരാഗ്രഹത്തിൽ കിടക്കുന്നതും പാനപാത്രവാഹകനും പാചകപ്രമാണിയും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് അഭിനയിക്കാൻ പറ്റുമോ? നമ്മുടെ കൂട്ടുകാർ കളിക്കുന്നത് നമുക്ക് കാണാം. എന്തു പറ്റി? രാജാവിൻ്റെ പാനപാത്രവാഹകൻ എന്തോ കഠിന ദുഃഖത്തിലാണല്ലോ. എത്ര നാളായി നാം ഈ കാരാഗ്രഹത്തിൽ കഴിയുവാൻ തുടങ്ങിയിട്ട്. രാജാവ് നമ്മുടെ തെറ്റുകൾ ക്ഷമിക്കുകയില്ലേ? ഞാനൊരു ഹെബ്രായനാണ്. എൻ്റെ സഹോദരങ്ങൾ തന്നെ എന്നെ ഈജിപ്തുകാർക്ക് വിറ്റു. ഈ ഇരുട്ടറയിൽ അടക്കത്തക്ക ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. അതാ കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ വരുന്നുണ്ട്. എല്ലാവർക്കും സുഖമാണോ? അതെ യജമാനനെ. ജോസഫ്, തടവറയിലെ എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നെയാണ് ഫലമേൽപ്പിച്ചിരിക്കുന്നത്. അറിയാം യജമാനനെ. നിന്റെ മേൽനോട്ടത്തിൽ എല്ലാം ശുഭമായി നടക്കുന്നത് കൊണ്ടാണ് ഞാൻ ഒന്നിലും ശ്രദ്ധിക്കാത്തത്. അറിയാം യജമാനനെ. ശരി, എല്ലാവരും ജോസഫ് പറയുന്നതനുസരിച്ച് ജീവിച്ചു കൊള്ളണം. കർത്താവ്
എന്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് ശുഭമാവുന്നതും യജമാനന് എന്നോട് പ്രീതി ഉണ്ടാവുന്നതും. കർത്താവ് അങ്ങയുടെ കൂടെ ഉണ്ടോ? ഉണ്ട്. നിങ്ങൾ എന്തോ പറയാൻ ആഗ്രഹിക്കുന്നല്ലോ. രണ്ടുപേരുടെയും മുഖത്ത് വിഷാദഭാവം കാണുന്നുണ്ടല്ലോ. ജോസഫ്, ഞങ്ങൾ രണ്ടാളും ഫറവോ രാജാവിന്റെ കൊട്ടാരത്തിൽ സേവ ചെയ്തിരുന്നു. ഇയാൾ മഹാരാജാവിന്റെ പാനപാത്രവാഹകനും ഞാൻ മഹാരാജാവിന്റെ പാചക പ്രമാണിയുമായിരുന്നു. ഞങ്ങൾ രണ്ടാളും ഫറവോ രാജാവിനെതിരെ തെറ്റ് ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഇരുട്ടറയിൽ എത്തിയത്. ജോസഫ്, ഞങ്ങൾ രണ്ടാളും ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു. അത് വ്യാഖ്യാനിക്കാൻ ആരുമില്ല. അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ വിഷാദത്തിന് കാരണം. വ്യാഖ്യാനം ദൈവത്തിൻ്റെതല്ലേ. ശരി, സ്വപ്നം എന്തെന്ന് പറയൂ. ഞാൻ കണ്ട സ്വപ്നം ഇതാണ്. ഒരു മുന്തിരിവള്ളിയാണ് സ്വപ്നം കണ്ടത്. അതിൽ 3 ശാഖകൾ ഉണ്ടായിരുന്നു. അത് മൊട്ടിട്ട ഉടനെ പുഷ്പിച്ച് കുലകളിൽ മുന്തിരിപ്പഴങ്ങൾ പാകമായിരുന്നു. ഫറവോയുടെ പാനപാത്രം എന്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ മുന്തിരിപ്പഴങ്ങൾ എടുത്ത് പിഴിഞ്ഞ് പാനപാത്രത്തിനുള്ളിൽ ഒഴിച്ച് അവന് കൊടുത്തു. 3 ശാഖകൾ 3 ദിവസങ്ങളാണ്. 3 ദിവസത്തിനകം ഫറവോ നിന്നെ ഉദ്യോഗത്തിൽ നിയമിക്കും. മുമ്പെന്ന പോലെ നീ ഫറവോയുടെ കയ്യിൽ പാനപാത്രം വെച്ചു കൊടുക്കും. നല്ല കാലം വരുമ്പോൾ എന്നെയും ഓർക്കണേ. എന്റെ കാര്യം ഫറവോയുടെ മുൻപിൽ ഉണർത്തിച്ച് എന്നെ ഈ തടവറയിൽ നിന്നും മോചിപ്പിക്കണം. വ്യാഖ്യാനം ശുഭസൂചകമാണല്ലോ. ആട്ടെ, എന്താ നീ കണ്ട സ്വപ്നം? എന്റെ തലയിൽ 3 കുട്ട നിറയെ അപ്പങ്ങളായിരുന്നു. ഏറ്റവും മുകളിൽ ഫറവോയ്ക്ക് വേണ്ടി പാകം ചെയ്ത പല പല അപ്പങ്ങളായിരുന്നു. പക്ഷികൾ വന്ന് അവ കൊത്തി തിന്നുകൊണ്ടിരുന്നു. ഇതിന്റെ വ്യാഖ്യാനം ശുഭസൂചകമല്ലല്ലോ. എന്താണ് ജോസഫ്? പറയൂ പറയൂ. 3 കുട്ടകൾ 3 ദിവസങ്ങളാണ്. 3 ദിവസത്തിനകം ഫറവോ നിന്നെ പുറത്തിറക്കി ഒരു മരത്തിൽ കെട്ടിത്തൂക്കും. പക്ഷികൾ നിന്റെ മാംസം തിന്നുകയും ചെയ്യും. അതാ കൊട്ടാരത്തിൽ നിന്നുള്ള ദൂതുവാഹകനാണല്ലോ. കാരാഗൃഹവാസികൾക്ക് രാജകൊട്ടാരത്തിൽ നിന്ന് ഒരു സന്തോഷ വാർത്തയും ഒരു സങ്കട വാർത്തയും എത്തിയിരിക്കുന്നു. ഫറവോ രാജാവിന്റെ പിറന്നാളിൽ പാനപാത്രവാഹകനെ ഉദ്യോഗത്തിൽ തിരികെ നിയമിക്കാനും എന്നാൽ പാചക പ്രമാണിയെ തൂക്കിക്കൊല്ലാനും വിധി വന്നിരിക്കുന്നു. ആരെവിടെ? അടിയൻ മഹാരാജൻ. ഈജിപ്തിലെ എല്ലാ മന്ത്രവാദികളെയും ജ്ഞാനികളെയും നമ്മുടെ മുമ്പിൽ ഹാജരാക്കുവിൻ. അടിയൻ. മഹാരാജാവ് നീണാൾ വാഴട്ടെ. അങ്ങയുടെ കൽപ്പന പ്രകാരം എല്ലാ മന്ത്രവാദികളെയും ജ്ഞാനികളെയും അങ്ങയുടെ മുമ്പിൽ ഹാജരാക്കുന്നു. മഹാരാജാവ് നീണാൾ വാഴട്ടെ. നാം ഒരു സ്വപ്നം കണ്ടു. അങ്ങയുടെ സ്വപ്നം ഞങ്ങളോട് പറഞ്ഞാലും. ഞാൻ നൈൽ നദി തീരത്ത് നിൽക്കുകയായിരുന്നു. കൊഴുത്ത് അഴകുള്ള 7 പശുക്കൾ നദിയിൽ നിന്ന് കയറി. അവ പുൽത്തകടിയിൽ മേഞ്ഞുകൊണ്ട് നിന്നു. അതിനുശേഷം മെലിഞ്ഞ് വിരൂപമായ 7 പശുക്കൾ കൂടി നദിയിൽ നിന്ന് കയറി. നദീതീരത്ത് നിന്നിരുന്ന
മറ്റു പശുക്കളോടൊപ്പം അവ വന്ന് നിന്നു. മെലിഞ്ഞ് വിരൂപമായ പശുക്കൾ കൊഴുത്ത് അഴകുള്ള പശുക്കളെ വിഴുങ്ങിക്കളഞ്ഞു. എന്താണ് ഇതിന്റെ അർത്ഥം? വീണ്ടും ഞാൻ ഉറങ്ങിയപ്പോൾ മറ്റൊരു സ്വപ്നം കണ്ടു. എന്താണത്? പറയൂ. ഒരു തണ്ടിൽ പുഷ്ടിയും അഴകുമുള്ള ധാന്യക്കതിരുകൾ ഉയർന്നു വന്നു. അതിനുശേഷം 7 കതിരുകൾ കൂടി ഉയർന്നു വന്നു. അവ ശുഷ്കിച്ചവയും കിഴക്കൻ കാറ്റിൽ ഉണങ്ങിക്കരിഞ്ഞവയുമായിരുന്നു. ശുഷ്കിച്ച കതിരുകൾ പുഷ്ടിയും അഴകുമുള്ള കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു. എന്താണ് ഇതിന്റെ അർത്ഥം? അല്ലയോ മഹാരാജാവേ, ഞങ്ങൾക്ക് ഇതിന്റെ അർത്ഥമോ വ്യാഖ്യാനമോ പറയുവാൻ സാധിക്കുകയില്ല. ആരെവിടെ? അടിയൻ മഹാരാജൻ. നമ്മുടെ സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിയാത്തവരെ എല്ലാം വെറും കൈയോടെ യാത്രയാക്കൂ. അടിയൻ. മഹാരാജൻ, എന്റെ തെറ്റ് ഇന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. അങ്ങ് എന്നെയും പാചക പ്രമാണിയെയും കാരാഗൃഹത്തിൽ അടച്ചിട്ടപ്പോൾ ഞങ്ങളുടെ കൂടെ സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിവുള്ള ഒരാൾ ഉണ്ടായിരുന്നു. ആഹാ, ആരാണത്? ഒരു ഹെബ്രായ യുവാവാണ്. ജോസഫ് എന്നാണ് അവന്റെ പേര്. അവൻ ഇപ്പോഴും ആ കാരാഗൃഹത്തിൽ തന്നെയാണ്. ഞങ്ങൾക്ക് രണ്ടാൾക്കുമുണ്ടായ സ്വപ്നം അവൻ വ്യാഖ്യാനിക്കും. അതുപോലെ തന്നെ സംഭവിച്ചു. ആരെവിടെ? അടിയൻ മഹാരാജൻ. കാരാഗൃഹത്തിൽ കിടക്കുന്ന ഹെബ്രായനായ ജോസഫിനെ നമ്മുടെ മുമ്പിൽ ഹാജരാക്കുന്നു. അടിയൻ മഹാരാജൻ. മഹാരാജൻ, ജോസഫ് സ്വപ്നം വ്യാഖ്യാനിച്ച് ഞങ്ങളോട് പറഞ്ഞതാണ് എന്നെ ഉദ്യോഗത്തിൽ തിരിച്ചെടുക്കുമെന്നും അവനെ തൂക്കിലിടുമെന്നും സ്വപ്നം വ്യാഖ്യാനിച്ച് പറഞ്ഞതുപോലെ സംഭവിച്ചു. മഹാരാജാവ് നീണാൾ വാഴട്ടെ. ജോസഫിനെ അങ്ങയുടെ മുമ്പിൽ ഹാജരാക്കുന്നു. മഹാരാജാവ് നീണാൾ വാഴട്ടെ. ജോസഫ്, നാം ഒരു സ്വപ്നം കണ്ടു. അത് വ്യാഖ്യാനിക്കാൻ ആർക്കും കഴിയുന്നില്ല. നിനക്ക് സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിയുമെന്ന് ഞാൻ അറിഞ്ഞു. അത് എന്റെ കഴിവല്ല. എന്നാൽ ദൈവം ഫറവോയ്ക്ക് തൃപ്തികരമായ ഉത്തരം നൽകും. സ്വപ്നം ഇതാണ്. ഞാൻ നൈൽ നദി തീരത്ത് നിൽക്കുകയായിരുന്നു. കൊഴുത്ത് അഴകുള്ള 7 പശുക്കൾ നദിയിൽ നിന്ന് കയറി വന്നു. അതിനുശേഷം മെലിഞ്ഞ് വിരൂപമായ പശുക്കൾ നദിയിൽ നിന്ന് കയറി. നദീതീരത്ത് നിന്നിരുന്ന മറ്റ് പശുക്കളോടൊപ്പം അവ വന്ന് നിന്നു. മെലിഞ്ഞ് വിരൂപമായ പശുക്കൾ കൊഴുത്ത് അഴകുള്ള പശുക്കളെ വിഴുങ്ങിക്കളഞ്ഞു. വീണ്ടും ഞാൻ ഉറങ്ങിയപ്പോൾ മറ്റൊരു സ്വപ്നം കണ്ടു. ഒരു തണ്ടിൽ പുഷ്ടിയും അഴകുമുള്ള 7 ധാന്യക്കതിരുകൾ ഉയർന്നു വന്നു. അതിനുശേഷം 7 കതിരുകൾ കൂടി ഉയർന്നു വന്നു. അവ ശുഷ്കിച്ചവയും കിഴക്കൻ കാറ്റിൽ ഉണങ്ങിക്കരിഞ്ഞവയുമായിരുന്നു. ശുഷ്കിച്ച കതിരുകൾ പുഷ്ടിയും അഴകുമുള്ള കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു. രാജാവേ, 2 സ്വപ്നത്തിന്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. താൻ ഉടനെ ചെയ്യാൻ പോകുന്നത് ദൈവം ഫറവോയ്ക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. 7 നല്ല പശുക്കളും 7 നല്ല കതിരുകളും 7 വർഷമാണ്. ഉണങ്ങി വരണ്ട പതിര് നിറഞ്ഞ കതിരുകൾ ക്ഷാമത്തിന്റെ 7 വർഷങ്ങളും. ഈജിപ്ത് മുഴുവനും സുഭിക്ഷത്തിന്റെ 7 വർഷങ്ങളും തുടർന്ന് ക്ഷാമത്തിന്റെ 7 വർഷങ്ങളും.
സമൃദ്ധിയുടെ കാലം മറന്നു പോകത്തക്ക വിധം ക്ഷാമം അത്രയ്ക്ക് രൂക്ഷമായിരിക്കും. സ്വപ്നം ആവർത്തിച്ച നേരത്തം അത് ഉടനെ നടപ്പിലാവുമെന്നാണ്. അതുകൊണ്ട് വിവേകിയായ ഒരാളെ കണ്ടുപിടിച്ച് ഈജിപ്തിന്റെ അധിപനായി നിയമിക്കണം. സമൃദ്ധിയുടെ 7 വർഷങ്ങളിൽ വിളവിന്റെ 5-1 ശേഖരിച്ച് ഭക്ഷണത്തിനായി സൂക്ഷിച്ചു വെക്കണം. അങ്ങനെ നാട് പട്ടിണി കൊണ്ട് നശിക്കാതിരിക്കും. ജോസഫ്, ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ കുടികൊള്ളുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. ദൈവമാണ് ഇക്കാര്യങ്ങൾ നിനക്ക് വെളിപ്പെടുത്തി തന്നത്. സത്യമാണ് മഹാരാജൻ. കർത്താവ് എന്റെ കൂടെയുണ്ട്. ആരെവിടെ? അടിയൻ മഹാരാജൻ. കൊട്ടാരത്തിലെ സേവകന്മാരെ വിളിക്കൂ. അടിയൻ. മഹാരാജാവ് നീണാൾ വാഴട്ടെ. ഇത് ഹെബ്രായനായ ജോസഫ്. ഇവനെ പോലെ ബുദ്ധിമാനായും വിവേകിയായും മറ്റാരുമില്ല. കർത്താവ് ഇവൻ്റെ കൂടെയുള്ളത് കൊണ്ട് ഇവന് എല്ലാം ശുഭകരമായി ചെയ്യാൻ സാധിക്കുന്നു. ഇവൻ ഇന്നു മുതൽ കൊട്ടാരത്തിൻ്റെ മേലാളനായിരിക്കും. ജനം മുഴുവൻ ഇവൻ്റെ വാക്കനുസരിച്ച് പ്രവർത്തിക്കണം. ഈജിപ്ത് രാജ്യത്തിൻ്റെ മുഴുവൻ അധിപനായി ജോസഫിനെ ഞാൻ നിയമിക്കുന്നു. ഇതാ എൻ്റെ മുദ്രമോതിരം. ജോസഫിനെ ഞാൻ അണിയിക്കുന്നു. ഇനി സിംഹാസനത്തിൽ മാത്രമായിരിക്കും ഞാൻ ഇവനേക്കാൾ വലിയവൻ. ഇവനെ പട്ടുവസ്ത്രങ്ങൾ ധരിപ്പിക്കുവിൻ. അടിയൻ മഹാരാജൻ. കഴുത്തിൽ സ്വർണ്ണമാല അണിയിച്ച് 2-ാം ജാതത്തിൽ രാജ്യത്തിലുടനീളം എഴുന്നള്ളിക്കുവിൻ. അടിയൻ മഹാരാജൻ. ജോസഫ്, നിന്റെ സമ്മതം കൂടാതെ ഈജിപ്തിൽ ആരും കയ്യോ കാലോ ഉയർത്തുകയില്ല. സമൃദ്ധിയുടെ 7 വർഷം ധാന്യം സംഭരിച്ചു വയ്ക്കുക. ക്ഷാമകാലത്ത് അത് ജനങ്ങൾക്ക് നൽകി ഈജിപ്തിനെ നാശത്തിൽ നിന്ന് രക്ഷിക്കുക. അങ്ങനെ തന്നെ ചെയ്യാം മഹാരാജൻ. ദൈവം നമ്മയും ഈജിപ്തിനെയും നാശത്തിൽ നിന്ന് രക്ഷിക്കട്ടെ. സ്കിറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നമ്മുടെ കൂട്ടുകാരൻ നന്നായിട്ട് കളിച്ചല്ലേ? ഉണ്ടോ? നമ്മൾ പാചകപ്രമാണിയെയും പാനപാത്രവാഹകനെയും ജോസഫിനെയും എല്ലാം നമ്മൾ കണ്ടു അല്ലേ? ഫറവോ രാജാവിനെയും ഒക്കെ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട ഗുണപാഠം, നമ്മൾ ഏത് കാരാഗ്രഹത്തിലായാലും, ജോസഫ് കാരാഗ്രഹത്തിലല്ലേ? അവിടെ ജോസഫ് കരഞ്ഞോ? ജോസഫ് എല്ലാവരെയും സന്തോഷിപ്പിച്ച് അവരുടെ എല്ലാം ലീഡറാക്കി അവനെ ഏൽപ്പിച്ച സേവകന്മാർ അവനെ ഏൽപ്പിച്ച ദൗത്യമൊക്കെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നു അല്ലേ? അവൻ കൊട്ടാരത്തിലാണെങ്കിലും കാരാഗ്രഹത്തിലാണെങ്കിലും വീട്ടിൽ സഹോദരങ്ങളുടെ ഇടയിലാണെങ്കിലും അതൊന്നും അവനൊരു പ്രധാനപ്പെട്ട കാര്യമല്ല. അവൻ ആരുടെ ഇഷ്ടം നിറവേറ്റുകയും അപ്പോൾ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുക എന്നത് മാത്രമേ ജോസഫിന് കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമുക്കും അങ്ങനെ ഒരു ചിന്ത വേണം. ദൈവം എന്നെ വഴി നടത്തും. നമ്മളിങ്ങോട്ടേക്ക് യാത്ര ചെയ്യുക, ദൈവം എന്നെ സംരക്ഷിച്ചോളും. ദൈവം എൻ്റെ കാവൽക്കാരനുണ്ട്, പിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നത്? ദൈവം എൻ്റെ കൂടെയുള്ള ഒരനുഭവം ആർക്കുണ്ടായിരുന്നു? നമുക്ക് ആ ഒരു അനുഭവത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാമല്ലേ? ഇന്നത്തെ ദിവസം നിങ്ങൾ വീട്ടിൽ പോയി കുരിശ് വരയ്ക്കുമ്പോഴൊക്കെ ദൈവമേ അങ്ങ് എൻ്റെ കൂടെയുള്ള ഒരു അനുഭവം എനിക്ക് നൽകണമേ. ജോസഫിന് കൊടുത്ത ആ അനുഭവം എനിക്ക് തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാവോ? അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ദൈവമേ, കാരാഗ്രഹത്തിൽ ജോസഫിന് അങ്ങ് കൂടെ ഉണ്ടായിരുന്ന അനുഭവം ഉണ്ടായിരുന്നല്ലോ. ഈ വീട്ടിൽ, ഈ സ്കൂളിൽ, ഈ പഠനമുറിയിൽ അങ്ങ് എൻ്റെ കൂടെയുള്ള അനുഭവം എനിക്കും തരണേന്ന് ഒന്ന് വാശിയോടുകൂടി പ്രാർത്ഥിക്കാവോ? അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തോടു കൂടെ പഠിക്കുന്നത്. ഈ ബൈബിളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അത് മാറ്റം വരുത്താനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയും അത് മാറ്റം വരുത്തി പ്രാർത്ഥിക്കുകയും ചെയ്യണം. മറ്റൊരു കാര്യം, ഈ സ്കിറ്റിലൂടെ, ഈ ബൈബിൾ ഭാഗത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എന്നോട് ഒത്തിരി കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സിസ്റ്ററെ, എൻ്റെ പപ്പായ്ക്ക് എന്നെ ഇഷ്ടമില്ല, എൻ്റെ മമ്മിക്ക് എന്നെ ഇഷ്ടമില്ല, എൻ്റെ അനിയനോടാ സ്നേഹം, എൻ്റെ അനുജത്തിയോടാ സ്നേഹം. അവരും ഒരു കാരാഗ്രഹത്തിലാണ്, അവരുടെ മനസ്സിൻ്റെ ഒരു തടവറയിലാണ്. കാരണം ഈ ലോകത്തിൽ എന്നെ ആർക്കും ഇഷ്ടമില്ല. നന്നായിട്ട് പഠിക്കുന്ന
കുട്ടികളോടാണ് ടീച്ചർമാർക്ക് ഇഷ്ടം, ടീച്ചർമാർക്ക് എന്നെ ഇഷ്ടമില്ല. എന്നെ ഇഷ്ടമില്ല എന്ന് ഏതെങ്കിലും ഒരു കുട്ടി ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടി കാരാഗ്രഹത്തിലാണ്. അപ്പം നമ്മൾ ഓർക്കണം, എന്നെ എൻ്റെ ദൈവത്തിന് ഇഷ്ടമാണ്. അങ്ങനെ തോന്നുന്ന നിമിഷം നമുക്ക് പ്രാർത്ഥന മാറ്റി പ്രാർത്ഥിക്കാം. കാരാഗ്രഹത്തിലും ജോസഫിനെ കണ്ട ദൈവമേ, ആർക്കും എന്നെ ഇഷ്ടമില്ല എന്ന് തോന്നുന്ന ഈ നിമിഷം അങ്ങ് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, മതി. ദൈവം ഇഷ്ടപ്പെട്ടാൽ പോരെ? അപ്പനോ അമ്മയോ ടീച്ചർമാരോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ട് എന്ത് കാര്യം? ദൈവം ഇഷ്ടപ്പെട്ടാലേ കാര്യമുള്ളൂ. അപ്പം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം ഉണ്ടെന്നുള്ളൊരു ബോധ്യം ഉണ്ടെങ്കിൽ പിന്നെ നിരാശപ്പെടണോ? അങ്ങനെയുള്ളവർ ആത്മഹത്യ ചെയ്യണോ? ഇന്ന് പത്രം എടുത്താൽ കാണാം. കഴിഞ്ഞ ദിവസത്തെ പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു, 2 കൂട്ടുകാർ പോയി ആത്മഹത്യ ചെയ്തു. ഒരു കൊച്ച് എന്നെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞ് വീട് വിട്ടിറങ്ങിപ്പോയി. ഇങ്ങനെയൊക്കെ എന്തെല്ലാം കഥകളാണ് നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിൽ സംഭവിക്കുന്നത് ഇന്ന്. ആ സമയത്തൊക്കെ ഞാൻ ഓർക്കുന്ന ഇതാണ്, ഈ ജോസഫിന്റെ കഥ അറിയാവുന്ന ഒരു കൊച്ച് അങ്ങനെ വീട് വിട്ടിറങ്ങി പോവുമോ? അങ്ങനെ മരിച്ചേക്കാമെന്ന് ചിന്തിക്കുവോ? ഈ കുഞ്ഞുങ്ങൾ ബൈബിൾ പഠിച്ചാൽ മതിയല്ലോ. അപ്പം നിങ്ങൾ ഓർക്കണം, കാരാഗ്രഹത്തിലും ജോസഫിനെ നയിച്ച ഒരു ദൈവം എൻ്റെ കൂടെ ഈ കാരാഗ്രഹത്തിൽ, ഈ ഇരുട്ടറയിൽ, ഈ ആരുമില്ല എന്ന് തോന്നുന്ന ഏകാന്തതയിൽ എന്നോടൊപ്പം ഉണ്ട്. ദൈവമേ, നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കും. നിന്റെ സ്വരം കേൾക്കാൻ വേണ്ടി ഞാൻ ജീവിക്കും. നീ ഏലിയാ പ്രവാചകനിലെ ചുഴലിക്കാറ്റിലൂടെ എടുക്കപ്പെട്ട കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുവരെ എന്നെ നീ എടുക്കപ്പെടുന്ന നാൾ വരെ ഞാനും സന്തോഷത്തോടെ ജീവിക്കും. കാരാഗ്രഹത്തിൽ ജോസഫ് ജീവിച്ചതുപോലെ ഞാനും ജീവിക്കും എന്ന് പറയാൻ പറ്റുകയല്ലേ? എന്ന് പറയണം. അതിനാണ് നമ്മൾ ബൈബിൾ പഠിക്കുന്നത്. നമുക്ക് ദൈവം ജോസഫിനെ ഓർത്തെങ്കിൽ തീർച്ചയായിട്ടും ആ ദൈവം എന്നെയും ഓർക്കുമെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. നമുക്ക് മാർക്ക് കുറഞ്ഞോട്ടെ, സൗന്ദര്യം കുറഞ്ഞോട്ടെ, പൊക്കം കൂടിക്കോട്ടെ കുറഞ്ഞോട്ടെ, വണ്ണം കൂടിക്കോട്ടെ കുറഞ്ഞോട്ടെ, ആർക്കെന്നെ ഇഷ്ടമാണ്? ദൈവത്തിന് എന്നെ ഇഷ്ടമാണ്. ആ ഒരു ബോധ്യം ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് ലഭിക്കുമോ? നമുക്കൊന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാ മക്കളും കൈകൾ കൂപ്പി മനസ്സിൽ കാരാഗ്രഹത്തിൽ കിടന്ന ജോസഫിനെ ഓർക്കാം. ആ ജോസഫ് നമുക്ക് പറഞ്ഞു തന്ന പാഠം പഠിക്കാം. ഏത് കാരാഗ്രഹത്തിലായാലും ഏത് ഏകാന്തതയിലായാലും ഞാൻ ഒറ്റയ്ക്കായാലും ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ദൃഢമായിട്ട് വിശ്വസിച്ചേറ്റ് പറയാം. നല്ല ദൈവമേ, അങ്ങയുടെ സന്നിധാനത്തിലായിരിക്കുന്ന ഈ കുഞ്ഞു മക്കളെ തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങ് ഇവരുടെ കൂടെയുണ്ട് എന്നൊരു ബോധ്യം ജീവിതത്തിൻ്റെ എല്ലാ നിമിഷവും അവർക്ക് അങ്ങ് തന്നെ ഉണ്ടാക്കി കൊടുക്കണമേ. ആരെല്ലാം എന്നെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട്. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് പറഞ്ഞ ദൈവം എൻ്റെ കൂടെയുണ്ട്. നിന്റെ പാപങ്ങൾ എത്ര കടും ചുവപ്പാണെങ്കിലും അത് മഞ്ഞുപോലെ ഞാൻ വെണ്മയുള്ളതാക്കും എന്ന് പറഞ്ഞ് എൻ്റെ പിന്നാലെ വരുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട്. ദൈവമേ, ഈ ഉറപ്പ് ഈ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് നൽകണമേ. ആരൊക്കെ എന്നെ മറന്നാലും ദൈവം എന്നെ എപ്പോഴും കണ്ടുകൊണ്ടും ദൈവം എൻ്റെ നന്മയ്ക്ക് വേണ്ടി എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ട് എന്നെ കരുതുന്ന ഒരു ദൈവം ഉണ്ട്. ആ ഒരു ബോധ്യം എൻ്റെ ദൈവമേ ഈ കുഞ്ഞുങ്ങൾക്കെല്ലാവർക്കും അങ്ങ് നൽകണമേ. യേശുനാഥ, അങ്ങയുടെ വചനത്തോട് ചേർന്ന് ജീവിച്ച് ഇവരുടെ ജീവിതം ഏറ്റവും മനോഹരമാക്കി തീർക്കുവാൻ ദൈവമേ അങ്ങ് തന്നെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഇവർക്ക് അയച്ചു കൊടുക്കണമേ. കാരാഗ്രഹത്തിൽ ജോസഫിനെ നയിച്ചതുപോലെ ഞങ്ങൾ ഏതൊക്കെ വഴിയിൽ ഏതൊക്കെ നാട്ടിൽ ആർക്കൊക്കെ ആരോടൊക്കെയുള്ള ഒരു അടിമത്തം ഫീൽ ചെയ്താലും ദൈവമേ അവിടെയെല്ലാം അങ്ങയുടെ കരങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നയിക്കുവാൻ വേണ്ട കൃപ അങ്ങ് നൽകണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. എല്ലാ മക്കളും സ്തുതി ചൊല്ലിക്കൊണ്ട് നമുക്കിന്ന് വീടുകളിലേക്ക് പോകാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒന്നുകൂടെ ഈശോയ്ക്ക് സ്തുതിയെല്ലാം. ഈശോയ്ക്ക് എത്ര സ്തുതി ചൊല്ലിയാലും നല്ലതാ അല്ലേ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ഇടതും വലതും ഇരിക്കുന്ന ആളുകൾക്കൊന്ന് സ്തുതി ചൊല്ലിക്കേ.